നമസ്കാരം. നമ്മളിന്ന് സ്റ്റുഡിയോയിലല്ല, മറിച്ച് ഇന്ന് മ്യൂസിയം ഓഡിറ്റോറിയത്തിലെ ഒരു പരിപാടി കാണാൻ പോവുകയാണ്. നമുക്കത് കാണാൻ പോവാം. ഞാൻ ഈ പടി കയറുമ്പോൾ ശരിക്കും ഇതുപോലത്തെ പടവുകൾ ചവിട്ടിക്കയറുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഒരു മുഹൂർത്തമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് മ്യൂസിയം ഓഡിറ്റോറിയമാണ്. ഇവിടെ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഫോട്ടോ എക്സിബിഷൻ നടക്കുകയാണ്. ഇത് ശരിക്കും ഇന്നലെ, അതായത് ജൂലൈ 9 തുടങ്ങിയ എക്സിബിഷനാണ്. നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ശരൺ മൊബൈൽ ഫോണിൽ പകർത്തിയതാണെന്ന് പറയുമ്പോൾ ഈ എക്സിബിഷൻ കാണാൻ വന്ന ആർക്കും വിശ്വാസമില്ല. കാരണം മൊബൈൽ ഫോണിൽ ഇത്രയും വലിയ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുമോ? വലിയ ചിത്രങ്ങൾ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചിത്രമൊക്കെ അപ്പുറത്തുണ്ട്. അതൊക്കെ ശരിക്കും ഒരു വലിയ വില കൂടിയ ക്യാമറ കൊണ്ട് എടുക്കുന്ന ഒരു അനുഭവമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലെ ഈ ചിത്രങ്ങൾ, ഇവിടെ ഏകദേശം 100ഓളം ചിത്രങ്ങളുണ്ട്. ഇത് ശരണിൻ്റെ ശേഖരത്തിലെ കുറച്ചേ ആവുന്നുള്ളൂ. ഇതൊരു വലിയ ശരണിൻ്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. താമരശ്ശേരി ചുരത്തിന് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം. അതോടൊപ്പം താമരശ്ശേരി ചുരത്തിനോടൊപ്പം LIC ഓഫ് ഇന്ത്യയും ചേർന്നിട്ടുണ്ട്. ചിത്രങ്ങൾ കാണുക. ഇനി നമുക്ക് ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. വിഷ്വൽ ഫോട്ടോഗ്രാഫിയുടെ കുലപതി എന്ന് പറയാമെന്നുള്ള ഒരാളാണ് നമുക്ക് മുഖ്യ അതിഥിയായിട്ട്, ഉദ്ഘാടകനുമായിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് B. ജയചന്ദ്രൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. ഞാൻ ഓർക്കാൻ ബുദ്ധിമുട്ടായിട്ട് എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കുട്ടിക്കാലങ്ങളിൽ പത്രം തുറക്കുമ്പോൾ 2 പേരുകളാണ് എപ്പോഴും കാണുന്നത്. കാരണം നമ്മൾ വായനക്കാരുമായിട്ട് സംവേദിക്കുന്ന ചിത്രങ്ങൾക്ക് തലക്കെട്ടൊന്നും ആവശ്യമില്ല. ചിത്രം കാണുമ്പോൾ എന്താണെന്ന് പറയാം, അത്ര ശക്തമായ ചിത്രങ്ങൾ. ആ ചിത്രങ്ങൾ അന്ന് കുട്ടിക്കാലം മുതൽ നമ്മുടെ ഉള്ളിലുള്ള 2 പേരുകളിൽ ഒന്നാണ് B. ജയചന്ദ്രൻ. ചിത്രകലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് ഏതിനെക്കാളും ചിത്രകലയോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്ങിനോ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഏതെന്ന് വെച്ചാൽ, നമ്മളൊരു നോവൽ എഴുതുകയാണെങ്കിൽ ആ നോവൽ എഴുതുമ്പോൾ 10-200 പേജ് ഉണ്ടെങ്കിൽ ആ നോവൽ എഴുതാനായിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പങ്കുവയ്ക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് പേജുകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ചെറുകഥ എഴുതുമ്പോൾ 2 പേജിൽ ഒതുക്കേണ്ടി. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്രെയിമുണ്ട്, ഇഷ്ടംപോലെ ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഒരു കഥാപാത്രത്തിൻ്റെ കാര്യം പറയാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു വിഷ്വലിലൂടെയൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. പക്ഷേ ഒരു ചിത്രം എടുക്കുമ്പോഴത്തേക്ക് അയാൾക്ക് പറയാനുള്ള, ആ ചിത്രകാരന് പറയാനുള്ളത് അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫർക്ക് പറയാനുള്ളത് എല്ലാം തന്നെ ഒതുക്കി ഒരു ഫ്രെയിമിൽ ഒതുക്കണം. നമ്മുടെ മനസ്സാണ് ക്യാമറയുടെ പുറത്ത് വരുന്നത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ. ഞാനിപ്പോൾ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് തമിഴ്നാട് ബോർഡറൊക്കെ അതിമനോഹരമായിട്ട് ഒരു സൈക്കിൾ യാത്രയൊക്കെ വ്യക്തമായിട്ട് അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു പക്ഷേ കണ്ടാലും അത് എടുക്കാതെ അവിടെ നിന്ന് പോകത്തില്ല. എല്ലാവിധ ആശംസകളും ഒരു ഭാവിയിലേക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു വലിയൊരു കാര്യം, ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ശരൺ കുമാർ ഒരു പക്ഷേ ഒരു സംവിധായകനായിക്കൂടാന്നില്ല, വലിയൊരു നോവലിസ്റ്റ് ആയിക്കൂടാന്നില്ല. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയാണ് ഇതിൻ്റെ ബേസ്. 1987 ഈ ശ്രീലങ്കൻ രാമേശ്വരത്തെയാണ് പുലർച്ചെ ചെല്ലുമ്പോൾ ഈ അഭയാർത്ഥികൾ ഇങ്ങനെ നിരന്നൊഴുകുകയാണ് മണ്ഡപ ക്യാമ്പിൽ. ഈ രാമേശ്വരം വള്ളങ്ങളിലും ബോട്ടുകളിലും ഇങ്ങനെ, അപ്പോൾ കുറേ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ എനിക്ക് എൻട്രി തന്നു. ഞാൻ അകത്തോട്ട് കയറുകയാണ് ഈ അഭയാർത്ഥികളുടെ ഇടയിൽ. അപ്പോൾ അവർക്ക് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ക്യാമ്പിലേക്ക് പോയി ഭക്ഷണം കഴിക്കാനൊക്കെ തന്നെ ഒത്തിരി തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു അമ്മയും മകനും കൂടെ ദൂരെ കൈയും ചൂട്ടിക്കൊണ്ട് അപ്പം നോക്കുകയാണ്. ബോട്ടുകൾ ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ ആ ചിത്രം എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ലയിച്ച് ഞാൻ ചിത്രം എടുക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ആ ക്യാമറയിലൂടെ ഒഴുകും. കാര്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതുപോലുള്ള ഒത്തിരി ചെറുപ്പക്കാരെ വളർത്തിയെടുക്കണമെന്ന് ഞാൻ വിനീതമായി, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം, ഈ മനസ്സ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഞങ്ങൾ ആദ്യം കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നു.
മുരളി കൊണ്ട് പരിചയപ്പെടുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഈ മനുഷ്യനാണ്, ഇദ്ദേഹത്തെ. കാര്യം ഇങ്ങനെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാൻ. അപ്പോൾ ഇവനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ ഈ ചെറുപ്പക്കാരൻ നല്ലൊരു ഡയറക്ടർ. എനിക്കും സിനിമയ്ക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നു, പക്ഷെ ഞാൻ മനഃപൂർവ്വം ഒഴിയുകയായിരുന്നു മറ്റു കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ സർഗ മനസ്സുണ്ടെങ്കിൽ ഒക്കെ പറ്റും. ഈ പ്രദർശനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓരോ കലാകാരനും അവൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രകൃതിയോടും മറ്റു മനുഷ്യരോടും സംവദിക്കുന്നു. അപ്പോൾ ചിത്രമെന്ന് പറയുന്നതും അതുപോലെ തന്നെ വളരെ ഉദാത്തമായിട്ടുള്ള ഒരു കലയാണ്. പൊതുവെ പറയാറുണ്ട്, 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം. നമ്മൾ ഒരുപാട് കവിതകളും കഥകളും ഒക്കെ നമ്മൾ വായിക്കാറുണ്ട്. ശ്രീ ജയകുമാർ, അദ്ദേഹം IAS എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, കവിത തന്നെയാണ്. സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ. ഈ വരി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രമാണ് വരുന്നത്. ആ ഒരു വയൽ, രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ സൂര്യന്റെ പ്രകാശകിരണം ആ വയലിലെ നെന്മണികളിൽ സ്പർശിച്ചുകൊണ്ട് പുറത്തു വരുന്നത്, അതായത് പ്രത്യേകിച്ചും രാവിലെ ആകുന്ന സമയത്ത് ചെറിയ മഞ്ഞിന്റെ കണങ്ങളും ഉണ്ടാവും. ആ മഞ്ഞ് കണങ്ങളിൽ കൂടെ തട്ടി പുറത്തേക്ക് വരുന്ന ഒരു വൈരം പതിക്കുന്ന പോലെ, അല്ലെങ്കിൽ വൈരം പോലെയാണ് കവിക്ക് തോന്നുന്നത്. ആ ഒരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളതൊരു ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇപ്പൊ ജയകിരൺ ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ആദ്യമായിട്ട് സരണിനെ അതിലേക്ക് സംസാരിച്ച കൂട്ടത്തിൽ സരനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ആ യൂട്യൂബ് പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ സരണിന്റെ മനസ്സിലുള്ള ഒരു വലിയ ആഗ്രഹത്തെ അത് ശരിയായ രീതിയിൽ നടപ്പാക്കാനായിട്ട് ആ ചെറുപ്പക്കാരൻ കാണിച്ചിട്ടുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ അദ്ദേഹത്തെ എല്ലാ ആത്മാർത്ഥതയോടുകൂടി അഭിനന്ദിക്കുന്നു. ഇതിൽ ചെറുതാണെങ്കിലും LIC എന്ന് പറയുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിനും ഇതിൽ ചെറുതാണെങ്കിലും ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിലേക്ക് ജയിക്കിരൺ സാർ ഓരോ ഫോട്ടോ അയക്കും. കുറച്ചു കാലം മുന്നേ എന്നിട്ട് പറയും ഇത്. അപ്പോൾ ഞാൻ സാറിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കാണും. അപ്പോൾ ഞാൻ ചോദിക്കും, സാർ കൊള്ളാം, നല്ല പടം. അപ്പോൾ ശരണിനെ കുറിച്ച് എപ്പോഴും സാറിനോട് പറയാറുണ്ട്, ഒരുപാട് പറയും. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴെല്ലാം പറയും, ആ പയ്യന് ഒരുപാട് കഴിവുണ്ട് ദസ്തഗീർ. ഓരോ താമരശ്ശേരി ചുരത്തിന്റെയും എപ്പിസോഡ് വരുമ്പോഴും സാറ് പറയും, നല്ല കഴിവുള്ള പയ്യനാണ്, മിടുക്കനാണ്, LICയിലാണ് വർക്ക് ചെയ്യുന്നത്, രാവിലെ തന്നെ അതിരാവിലെ ഇറങ്ങും, ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഒക്കെ അവന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് അവൻ ചിത്രങ്ങൾ എടുക്കുന്നത്, വലിയ എക്യുപ്മെന്റ്സ് ഒന്നുമില്ല, പക്ഷെ അടിപൊളിയാണ് ചിത്രങ്ങൾ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം സാറ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ പുറം ലോകം കാണിക്കണം, അങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പുറം ലോകത്ത് എത്തിക്കണം എന്നൊക്കെ സാറ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഓക്കെ ശരി. അങ്ങനെ ഒരു ദിവസം ശരനെ കൂട്ടി വരികയായിരുന്നു. ശരൺ വന്നു ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവിടെ ഇന്റർവ്യൂ ഒക്കെ അറേഞ്ച് ചെയ്തു. എല്ലാവർക്കും ഈ ഫോട്ടോഗ്രാഫീനെ പ്രോത്സാഹിപ്പിച്ചുള്ളവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ എക്സിബിഷൻ നടക്കുന്നതിൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഇത്ര രീതിയിൽ സെറ്റ് ചെയ്യാനും അതിന് കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പേരാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അസ്ലാം. ഈ വീഡിയോ എടുക്കുന്ന പേരാണ്. അസ്ലാമിൻ്റെ ഐഡിയ കൊണ്ടാണ് ഇത് ഇത്ര നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ ബ്രൗഷർ വളരെ പ്രൊഫഷണലായിട്ട് ഈ ബ്രൗഷർ ഡിസൈൻ ചെയ്ത അസ്ലാമാണ്. അസ്ലാം ഒരു ഡിസൈനറാണ്. പ്രത്യേകിച്ച് എത്ര നന്ദി പറയാനില്ല. ഏകദേശം ഒരു 3-4 ദിവസത്തോളം 12 മണി 10 മണിയോളം ഓഫീസിൽ നിന്ന് പോകുന്നത് ഇതിൻ്റെ പുറകെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതിന് എത്ര നന്ദി പറഞ്ഞാൽ തീരില്ല. ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് എക്സിബിഷൻ തുടർന്ന് കാണാം. അദ്ദേഹം ഫോണിലെടുക്കുന്ന ഈ ചിത്രങ്ങൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് ഉണ്ടാകുന്നത്. ഒരു മുന്തിയ ക്യാമറ വെച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ മനോഹാരിതയും എല്ലാം വളരെ ഭംഗിയായിട്ട് ഇതെങ്ങനെ ഈ ഒരു കൊച്ചു ഫോണിൽ ഇതൊക്കെ ഒപ്പിച്ചെടുക്കുന്നു എന്നുള്ളതിൻ്റെ സത്യത്തിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. വളരെ കഴിവുള്ള ചെറുപ്പക്കാരനാണ്.
ഇന്ന് പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞ ഈ എക്സിബിഷൻ കണ്ടു. വളരെ നന്നായിട്ടുണ്ട്. എല്ലാ ഫോട്ടോസും ഭയങ്കര ഓർഡിനറി കാര്യങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തത് കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, പക്ഷെ ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാകുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ബോട്ടിലിൻ്റെ അകത്തൂടെ സൺസെറ്റ് എടുത്തേക്കുന്ന അതും ഭയങ്കര നന്നായിട്ടുണ്ട്. പിന്നെ പത്മനാഭസ്വാമി കോവിലിൻ്റെ എനിക്ക് തോന്നുന്നു ഈ റിഫ്ലക്ഷൻ്റെ ഒരു ഫോട്ടോയും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഫോണിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും സർപ്രൈസിങ് ഒരു കാര്യം. എൻ്റെ പേര് സജുകുമാർ പി. ഞാൻ LICയിൽ തന്നെ ഹയർ ഗ്രേഡ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിന് മുന്നേ ഞാൻ റിട്ടയർ ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തേനിയിൽ നിന്ന് യാത്ര ചെയ്ത് കാറിൽ യാത്ര ചെയ്ത് രാവിലെ ഇന്ന് വെളുപ്പിന് 1 മണിക്ക് ഇവിടെ എത്തുകയും ഇന്ന് ഈ ഫോട്ടോ പ്രദർശനം തീരും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് കണ്ടിട്ട് ശരണിനെ ഒന്ന് കണ്ടിട്ട് പോകണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട ഇതെല്ലാം കാണുമ്പോൾ എന്താ തോന്നുന്നത് ചിത്രങ്ങൾ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോണിൽ ഇത്രയും കലാശാരുത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു മഹത് വ്യക്തി തന്നെയാണ് ശരൺ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പിക്ചറിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ കാഴ്ചകളെല്ലാം നമ്മൾ ഡെയിലി കാണുന്നത് തന്നെ, പക്ഷേ ആ ഒരു ഫ്രെയിം, അതിൻ്റെ ഒരു കോമൺ മാൻ വലിയ ടെക്നിക്കൽ സാധനങ്ങളൊന്നും അറിയാതെ എടുത്ത കുറച്ച് ഫോട്ടോസ്, ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു എക്സ്പോ ആണ്. കുറേ നല്ല പിക്ചേഴ്സ് ഉണ്ട്, കുറേ ഡിഫറെൻറ്റ് ആംഗിൾസിൽ നമ്മൾ ഡെയിലി കാണുന്ന കുറേ എന്താ പറയുക, നമ്മളൊരു ചിത്രശലഭം നമ്മൾ ഡെയിലി കാണുന്നതാണ്, പക്ഷേ അതിനൊരു ഡിഫറെൻറ്റ് ആംഗിളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പോ ആണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ എക്സിബിഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തേക്കുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ഓഫ് കളേഴ്സ്. പുള്ളി എടുത്തേക്കുന്ന എല്ലാ ഫോട്ടോയിലും നോക്കിക്കഴിഞ്ഞാൽ ആ കളേഴ്സ് ആയാലും പുള്ളിയുടെ ആ ഫോക്കസ് ആണെങ്കിലും ഭയങ്കര മനോഹരമായിട്ടാണ് പുള്ളി അത് എടുത്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ വളരെ കോമൺ, നമ്മൾ ഒരു പക്ഷേ ഒന്ന് തിരിഞ്ഞ് ഒരു പക്ഷേ നമ്മൾ വി വോണ്ട് ലുക്ക് അറ്റ് ദീസ് സബ്ജക്ട്സ് ട്വൈസ് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ഇതിനെയൊക്കെ കാണുമ്പോൾ വളരെ എന്താ പറയുക, വളരെ ചെറിയ സാധനങ്ങൾ പക്ഷെ ബ്യൂട്ടിഫുൾ, അതിനെ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ മനോഹരമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിനെ ക്യാപ്ചർ ചെയ്യാൻ പുള്ളിയുടെ ഫോട്ടോഗ്രാഫി സ്കിൽസിന് പറ്റിയിട്ടുണ്ട്. പെർസ്പെക്റ്റീവ്സ് ഫോട്ടോ പ്രദർശനത്തിൻ്റെ ദൃശ്യഭംഗി ഒരു പടി ഉയർത്തിയ ഒരു ചെറുപ്പക്കാരനാണ് എന്നെ മുന്നിൽ നിൽക്കുന്നത്. അസ്ലം ശരണിൻ്റെ സുഹൃത്താണ്. ഈ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് ശരണിനെക്കാളും ഒരുപക്ഷെ ഒരു പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അസ്ലം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ബോക്സ് ടൈപ്പ് ഒരു ഡിസ്പ്ലേ, ഇത് അധികം കാണാൻ കഴിയില്ല, പക്ഷേ ഇത് അസ്ലാമിൻ്റെ ഒരു രൂപകൽപ്പനയാണ്. ഇതിലേക്ക് എങ്ങനെയാണ് വന്നതെന്നൊന്ന് നമുക്ക് അസ്ലാമിനോട് ചോദിക്കാം. അസ്ലാം, എങ്ങനെയാണ് ഈ ബോക്സ് ടൈപ്പ് ഡിസ്പ്ലേയിലേക്ക് വന്നത്? ഞാൻ ഇതുപോലെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഇതേ കണക്ക് ഇരുന്ന് ഒരാൾ സിമ്പിളായിട്ടിരുന്ന് ഈ ഫോം ഷീറ്റ് ഇരുന്ന് വെട്ടുന്നത് കണ്ട് ഞാൻ ആലോചിച്ച് എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് വെട്ടിക്കൂട്ടുന്ന ഒരേ അളവിലിരുന്ന് ചെയ്യുന്നതെന്ന് ആലോചിച്ച് അങ്ങനെ ഞാൻ അവിടെ കുറേ നേരം നിന്ന് എന്താണ് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടി ഏകദേശം 1 മണിക്കൂറോളം ഞാൻ അവിടെ നിന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ ഇരുന്ന് ഒരു ചെറിയൊരു കട്ടിങ് ഇതേ കണക്ക് ഉണ്ടാക്കി ആ ഒരു വലിയൊരു ഫ്രെയിമിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഇങ്ങനെ ആ പ്രൊജക്ഷൻ ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതിനു വേണ്ടി അദ്ദേഹം ഇരുന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തപ്പോൾ ഞാൻ അത് എൻ്റെ മനസ്സിൽ അങ്ങനെ കുറിച്ചിടുകയായിരുന്നു. എന്തായാലും ആ ഒരു രീതി ഇവിടെ ഈ പ്രദർശനത്തിൽ വന്ന ഒരുപാട് പേര് പറഞ്ഞു ഇത് വളരെ മനോഹരമായിരിക്കുന്നു. നമസ്കാരം. എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമാണ് ഒരു എക്സിബിഷൻ നടത്താനുള്ളത്. ഞാനൊരു സാധാ മൊബൈൽ ഫോണിലെടുക്കുന്ന ചിത്രങ്ങൾ ആൾക്കാരെ ഒന്ന് കാണിക്കണമെന്നൊരു വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു. അത് നടത്താൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം, പക്ഷേ അത് യാദൃശ്ചികമായി ഒരു യൂട്യൂബ് ചാനൽ JKS താമരശ്ശേരി ചുരം എന്ന യൂട്യൂബ് ചാനലിലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഇത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു എക്സിബിഷനിലോട്ട് എത്താനുള്ളൊരു തുടക്കമായിട്ട് മാറി. അതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും. എനിക്ക് തിങ്കളാഴ്ച തൊട്ട് ഏകദേശം വെള്ളിയാഴ്ച വരെയുള്ള ഫുൾ ഓട്ടമാണ്. രാവിലെ വീട്ടിൽ നിന്ന് 5:30 ഇറങ്ങും, 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, പിന്നെ രാത്രിയായിരിക്കും എല്ലാ ജോലിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നത്. ശനി ഞായറും ഒരിക്കൽ അവധി. അപ്പോൾ ശനിയാഴ്ചകളിൽ മാക്സിമം യാത്ര ചെയ്യും. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അരുൺ എന്നാണ് അവൻ്റെ പേര്. ഞാനും അവനും കൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. അവൻ്റെ 2 വീലറിലാണ് യാത്ര ചെയ്യുന്നത്. ഈ കാണുന്നതിൽ ഒരു 70% ഫോട്ടോ എടുക്കുമ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ട്. അവനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പം അവനും കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള നല്ല നല്ല സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുക്കാൻ സാധിച്ചത്. അവനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, വീട്ടിനടുത്തുള്ളവർ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയും.
ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മനോരമയുടെ പിക്സൽ എഡിറ്ററായിട്ടിരുന്ന ശ്രീ ബി ജയചന്ദ്രൻ സാറ് ഫോട്ടോസൊക്കെ കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു പ്രചോദനം ഉണ്ടായി. സാറ് ഫോട്ടോസൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഈ ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടി എന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ പ്രധാനമായിട്ടും LIC എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര്, അവരെയും കൂടെ പ്രയത്നമാണ് ഈ എക്സിബിഷൻ. അതിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അസ്ലാം എൻ്റെ കൂട്ടുകാരനാണ്. അവൻ്റെ കുറേ ഐഡിയാസാണ് ഈ എക്സിബിഷനിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് വരാൻ തന്നെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓഫീസിലെ തന്നെ ഒരുപാട് സ്റ്റാഫുകൾ, ഓഫീസർമാരെ എല്ലാവരെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനൊരു എക്സിബിഷൻ ഇവിടെ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിച്ചത്. അവരോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ രാവിലെ എൻ്റെ അച്ഛനൊരു കടയുണ്ട്, മിൽമ ബൂത്താണ്. ആ കടയിൽ രാവിലെ പാൽ ഡെലിവറി കഴിഞ്ഞാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പാൽ ഡെലിവറി ചെയ്യുന്ന വീട്ടിലെ ആൾക്കാർ, ഫ്ലാറ്റുകൾ അങ്ങനെ ഉണ്ട്. അവരെല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി, എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഞാൻ ഇടുന്ന ഫോട്ടോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത അവരെല്ലാവരും എക്സിബിഷന് വന്ന് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അത് വീണ്ടും നല്ലൊരു പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി.